ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ HPCL എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നിങ്ങൾ കണ്ടതുപോലെ തന്നെ കഴിഞ്ഞ 25 ഫെബ്രുവരി 2026 ടു 25 മാർച്ച് വരെ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 ഇയർ BSc കെമിസ്ട്രി പഠിച്ചവർക്കും വേറെ പല ഫീൽഡിലുള്ളവർക്കും ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ നല്ലൊരു അവസരമാണ്. ഇനിയും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നിച്ച് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ വരുന്ന 25 മാർച്ച് 2026 വരെ ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി കൺട്രോൾ പോസ്റ്റിലേക്ക് BSc കെമിസ്ട്രി ഗ്രാജുവേഷനുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് എന്ത് നോക്കാം? സെലക്ഷൻ മെത്തഡോളജി നോക്കാം. അപ്പോൾ ഈ സെലക്ഷൻ മെത്തഡോളജി വന്നിട്ട് ഈ ഒരു 2025 കഴിഞ്ഞ എക്സാം നടന്നപ്പോൾ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് അത് കഴിഞ്ഞ് വന്ന ഒരു PDF ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി നമുക്ക് എന്തുണ്ടാവും? ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും, അതേപോലെ ഒരു ഗ്രൂപ്പ് ടാസ്ക് ഉണ്ടാവും, പിന്നെ പേഴ്സണൽ ഇന്റർവ്യൂ, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതായിരിക്കും ഒരു സെലക്ഷൻ മെത്തഡോളജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അപ്പോൾ ഈ ഒരു PDF-ന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഇനി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ, എക്സാം ടൈം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്കാണ് BSc കെമിസ്ട്രി ഉള്ളവർ എഴുതുന്നുണ്ടാവുക. ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി കൺട്രോൾ എന്നുള്ളൊരു പോസ്റ്റിലേക്ക്. ഇതിനകത്ത് 85 ക്വസ്റ്റ്യൻസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്. ഇംഗ്ലീഷിൽ നിന്ന് 17 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 34 മാർക്ക്, റീസണിങ്ങിന് 34 മാർക്ക്. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി വരുന്ന 85 ക്വസ്റ്റ്യൻസ് നമ്മുടെ കോർ സബ്ജക്റ്റ് ആയ കെമിസ്ട്രിയിൽ നിന്നായിരിക്കും ഉണ്ടാവുക. ഇനി ഒരു കറക്റ്റ് ആൻസറിന് 1 മാർക്ക്, ഒരു റോങ് ആൻസറിന് 0.25 മാർക്ക് ഡിഡക്ഷൻ ടൈം വരുന്നത് 150 മിനിറ്റ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ എക്സാമിന് എന്തുണ്ടാവും? ഒരു കട്ട് ഓഫ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്? ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 60% മാർക്ക് എന്ത് വേണം? ജനറൽ കാറ്റഗറിക്ക് വേണം. പിന്നെ SC ST OBC കാർക്ക് 54% മാർക്കാണ് പറയുന്നത്. ഓക്കെ, ഇത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ടെക്നിക്കൽ അല്ലെ പ്രൊഫഷണൽ നോളജിന്റെ ഓവർ ക്വാളിഫയിങ് മാർക്കാണ്. പിന്നെ ടെക്നിക്കൽ അല്ലെ പ്രൊഫഷണൽ നോളജ്, അതായത് നമ്മുടെ കോർ സബ്ജക്റ്റിന്റെ കേസ് ആണ് പറയുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2 എഴുതുന്നുണ്ട്, ജനറൽ അവയർനെസ് എഴുതുന്നുണ്ട്, അതേപോലെ കോർ സബ്ജക്റ്റും എഴുതുന്നുണ്ട്. ഇതിന് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് ഉണ്ടാകും എന്നുള്ളതാണ്. സെപ്പറേറ്റ് ആയിട്ട് കട്ട് ഓഫ് ഉണ്ടാവും. ഏകദേശം നമ്മുടെ കെമിസ്ട്രിക്ക് എന്ത് ചെയ്യണം? 54% മാർക്ക് ഉണ്ടായിരിക്കണം. ജനറൽ ആപ്റ്റിറ്റ്യൂഡിന് മിനിമം 60% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈച്ച് സബ്ജക്റ്റ് നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം എന്തായാലും നിങ്ങൾ ഓർക്കുക. ഇൻഡിവിജ്വലി എന്തുണ്ട്? ഒരു മിനിമം കട്ട് ഓഫ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ എന്താണ്? സിലബസിൽ എന്തൊക്കെയുണ്ട്? കെമിസ്ട്രി നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഫിസിക്കൽ കെമിസ്ട്രിന്ന് അതാണ് ആദ്യത്തെ സെക്ഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് നമ്മുടെ സ്പാർട്ടൻസിന്റെ വെബ്സൈറ്റിൽ നിന്നോ ടെലഗ്രാം ചാനലിൽ നിന്നോ വാട്സാപ്പ് ഗ്രൂപ്പിലോ ഇത് കാണാൻ സാധിക്കും. ടെലഗ്രാം ചാനലിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പൊ പഠിക്കാനായിട്ട് വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും തന്നെ എന്തായാലും ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ വരുന്നത് ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് സ്ട്രക്ചർ, ഇക്വിലിബ്രിയം, കൈനറ്റിക്സ്, പിന്നെന്താ സർഫസ് ആൻഡ് ഇന്റർഫേസസ്, ഡേറ്റ അനാലിസിസ്. അതാണ് ഫസ്റ്റ് സെക്ഷൻ വരുന്നത് ഫിസിക്കലിന്ന്. സെക്ഷൻ 2ലേക്ക് വരികയാണെങ്കിൽ ഇൻഓർഗാനിക് കെമിസ്ട്രി, മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്, ട്രാൻസിഷൻ എലമെന്റ്സ്, ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ്, ഓർഗാനോമെറ്റാലിക്സ്, ന്യൂക്ലിയർ കെമിസ്ട്രി, ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രി, കെമിക്കൽ പീരിയോഡിസിറ്റി, സോളിഡ്സ്, ഗേഷ്യസ് സ്റ്റേറ്റ്, ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്. അതാണ് ഇൻഓർഗാനിക്കിൽ നിന്ന് വരുന്നുണ്ടാവുക. സെക്ഷൻ 3ൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് സ്റ്റീരിയോ കെമിസ്ട്രി പഠിക്കണം, റിയാക്ഷൻ മെക്കാനിസം പഠിക്കണം, ഓർഗാനിക് സിന്തസിസ് പഠിക്കണം, പിന്നെ കോമൺ നെയിംഡ് റിയാക്ഷൻസ് ആൻഡ് റീഅറേഞ്ച്മെന്റ്സ് ഉണ്ടാവും,
പെരിസൈക്ലിക് റിയാക്ഷൻ ആൻഡ് ഫോട്ടോകെമിസ്ട്രി, ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ്, ബയോമോളിക്യൂൾ, സ്പെക്ട്രോസ്കോപ്പി, അരോമാറ്റിസിറ്റി, പെട്രോളിയം കെമിസ്ട്രി. ഇത്രയാണ് എന്തിലുണ്ടാവുക, നമ്മുടെ സിലബസിൽ ഉണ്ടാവുക. അപ്പൊ ഇതിൽ നിന്നുള്ള ഏതൊരു കാര്യവും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കപ്പോൾ ഇനി എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്കിനി ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ജസ്റ്റ് ഗൂഗിളിൽ കയറുക, HPCL ആപ്ലിക്കേഷൻ 2026 എന്ന് അടിച്ചു കൊടുക്കുക. അവരുടെ ഒരു ഫസ്റ്റ് സൈറ്റ് വരും, ജോബ് ഓപ്പണിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ നമ്മൾ അത് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ട് ലോഡായി ഓപ്പൺ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പേജ് വരും. ഇതിനകത്ത് കരിയേഴ്സ് എന്നുള്ളത് എടുക്കുക. ഓക്കെ, കരിയേഴ്സ് എന്നുള്ളത് എടുത്തിട്ട് താഴേക്ക് പോകുമ്പോഴത്തേക്കും ഇപ്പോൾ കറണ്ട് ഓപ്പണിങ്സ് കാണിക്കും. റിക്രൂട്ട്മെന്റ് ഫോർ ഓഫീസേഴ്സ് 2026. നമ്മൾ ഈ ഒരു PDF ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട PDF പോവും. നമുക്ക് ആ PDF തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 25 മാർച്ച് 2026 കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന പോസ്റ്റ് ഏതാണ്? ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി കൺട്രോൾ. 12 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിനിമം 25 വയസ്സ് വേണം അപ്ലൈ ചെയ്യാൻ. 3 ഇയർ ഫുൾ ടൈം റെഗുലർ ഗ്രാജുവേഷൻ ഇൻ കെമിസ്ട്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 30,000 തൊട്ട് 1,20,000 വരെയാണ് സാലറി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പേജിലേക്ക് തന്നെ വന്നിട്ട് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഇമെയിൽ ID-യും പാസ്വേഡും ഇവിടെ ചോദിക്കും. നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൈൻ അപ്പ് ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സൈൻ അപ്പ് ഫോർ ന്യൂ രജിസ്ട്രേഷൻ. അപ്പോൾ ഇനി നമുക്കിവിടെ പേരും മിഡിൽ നെയിമും ഒക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ന്യൂ രജിസ്ട്രേഷന് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയിം ചോദിക്കും. ഫസ്റ്റ് നെയിം കൺഫേം ചെയ്യാം. മിഡിൽ നെയിം ഉണ്ടെങ്കിൽ മിഡിൽ നെയിം കൊടുക്കുക, കൺഫേം മിഡിൽ നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക. പിന്നെ ഒന്നും കൂടെ ഫുൾ നെയിം എൻട്രി ചെയ്യുക. ഓക്കെ, ഒന്നുകൂടെ ഫുൾ നെയിം എൻട്രി ചെയ്യുക. ദെൻ എന്നിട്ട് താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ മൊബൈൽ നമ്പർ കൊടുക്കാം. എന്നിട്ട് ആ നമ്പർ കൺഫേം ചെയ്യുക. പിന്നെ ഇമെയിൽ ID കൊടുക്കുക, ഇമെയിൽ ID കൺഫേം ചെയ്യുക. എന്നിട്ട് ഇമെയിൽ വെരിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം എന്ത് ചെയ്യുക, ഈ ഒരു ക്യാപ്ച കൂടി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു മെസ്സേജ് വരും, OTP സെൻഡ് ആയി എന്നുള്ളതായിട്ട്. അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഏതാണോ അത് നമ്മൾ താഴോട്ട് പോയി നമുക്ക് അതെടുക്കാം. താഴേക്ക് പോവാൻ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഏതാണ്? ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി കൺട്രോൾ 2026. ഓക്കെ, ഇവിടെ അവർ പറയുന്നുണ്ട് റെസ്യൂമെ, ഒരു സോഫ്റ്റ് കോപ്പി റെസ്യൂമേടത് വേണം. << 1 MB ആയിരിക്കണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും വേണം. ഒരു വൈറ്റ് പേപ്പറിൽ ചെയ്തത്. അത് രണ്ടും 200 KB താഴെ ആയിരിക്കണം. അതിന് മുന്നേ റെഡിയാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്കിത് ആ ഒരു പേജ് ഓപ്പൺ ചെയ്ത് വരുന്നത് ഈ ഒരു പേജിലേക്കാണ്. പേഴ്സണൽ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, പിന്നെ ട്രെയിനി ആയിട്ടോ ഇന്റേൺ ആയിട്ടോ നിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, ബാങ്കിങ് ഡീറ്റെയിൽസ്, ഫോട്ടോ ആൻഡ് റെസ്യൂമെ നേരത്തെ പറഞ്ഞ ആ ഒരു സൈസിൽ, പിന്നെ പ്രിവ്യൂ ചെയ്യാനുള്ളതുണ്ട്. അപ്പം നമ്മൾ പേര് കൊടുക്കുന്നു. ഇതിനകത്ത് ഇനി പാൻ കാർഡ് ചോദിക്കുന്നുണ്ട്. ആധാർ നമ്പർ ഉണ്ടെങ്കിൽ ആധാർ നമ്പർ നമ്മൾ കൊടുക്കണം. അപ്പം ID പ്രൂഫിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ ഈ ഒരു പേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്ത് താഴെ വാലിഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ, അപ്പൊ താഴെ ചോദിക്കുന്നുണ്ട് HPCLന്റെ എംപ്ലോയി ആയിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാരീഡ് സ്റ്റാറ്റസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു നമ്മുടെ കാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കാനുള്ള ഫീസിന്റെ ഒരു എമൗണ്ട് വരും. പിന്നെ ആണെങ്കിൽ നമ്മളിത് ആ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ആ ഒരു ഇപ്പൊ കൊടുത്ത കാര്യങ്ങളെല്ലാം വാലിഡേറ്റ് ചെയ്യാനുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നെക്സ്റ്റ് നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അഥവാ നമ്മുടെ പെർമനന്റ് അഡ്രസ്സ് മുതലായിട്ടുള്ള കാര്യങ്ങളുള്ള പേജിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്. ആദ്യം നമ്മൾ ഹൗസിന്റെ നെയിമോ ഫ്ലാറ്റ് നമ്പറോ കൊടുക്കുക, സിറ്റി കൊടുക്കുക, പിൻകോഡ് അടിക്കുക, ഡിസ്ട്രിക്ട് അടിക്കുക, സ്റ്റേറ്റ് കൊടുക്കുക. നമ്മൾ പെർമനന്റ് അഡ്രസ്സിനോട് ഇത് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിന്റെ അതേ സെയിം ആണെങ്കിൽ ഈ ഒരു ടിക്ക് നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ,
ടിക്ക് മാർക്ക് ചെയ്യുക. ശേഷം നമുക്ക് താഴെ നേറ്റീവ് അഡ്രസ്സും സ്റ്റേറ്റും കൊടുക്കാനുള്ളതുണ്ട്. പിന്നെ താഴെ ഫോൺ നമ്പർ കൊടുക്കാനുണ്ട്. ഏറ്റവും താഴെ നമുക്ക് എന്ത് ചെയ്യാനുള്ളതുണ്ട്, നമ്മുടെ എക്സാമിനേഷൻ സെന്റർ 3 പ്രിഫറൻസ് വെക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതും കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇതാദ്യം ഫില്ല് ചെയ്യാം. അങ്ങനെ നമ്മൾ കോണ്ടാക്ട് ഡീറ്റെയിൽസിന്റെ താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എക്സാം സെന്റർ വെക്കാനായിട്ടുള്ള ഇതുണ്ട്. അപ്പൊ നമ്മൾ കേരളയാണ് വെക്കുന്നത്. നിങ്ങൾക്ക് എവിടെയാണ് കൺവീനിയന്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെക്കുക. ഇപ്പൊ ഞാൻ ആദ്യം ഒരു തിരുവനന്തപുരം വെക്കുന്നു, പിന്നെ കൊച്ചി വെക്കാം. കുറച്ചും കൂടെ അടുത്ത് നമുക്ക് സെയിം ഇത് തന്നെ വെക്കാം കേട്ടോ, പ്രിഫറൻസ് ആയിട്ട് തിരുവനന്തപുരം കൊച്ചി വെക്കാം ഒരെണ്ണം. ഓക്കെ അപ്പൊ നമുക്ക് ഇത്രയും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വീണ്ടും എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഈ ഡീറ്റെയിൽസ് വാലിഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസും കോണ്ടാക്ട് ഡീറ്റെയിൽസും ഫില്ല് ചെയ്തു. ഇനി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിന്റെ പേജ് ഓപ്പൺ ആയപ്പോഴത്തേക്കും നമ്മുടെ എല്ലാ ക്വാളിഫിക്കേഷനും, മാർക്കും, മന്ത് ആൻഡ് ഇയർ ഓഫ് ജോയിനിങ്, യൂണിവേഴ്സിറ്റി ഒക്കെ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ട്, അതായത് ഫൈനൽ ഇയർ ആണ്, എക്സാം വെയിറ്റ് ചെയ്യുന്നവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനകത്ത് അതും കൂടെ ആഡ് ചെയ്യുക. അത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളല്ല അത് കൊടുത്തേക്കുന്നത്. പിന്നെ എന്തെങ്കിലും അഡീഷണലി നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട്, അഡീഷണൽ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, അത് എന്തിനെ കുറിച്ചായിരുന്നു, എന്തെങ്കിലും പ്രൊജക്റ്റോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഡീറ്റെയിൽസും വാലിഡേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത മൂന്നാമത്തേത് നമുക്ക് കഴിയും. അപ്പൊ നമുക്ക് അതിന് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇനി ഫില്ല് ചെയ്ത് കൊടുക്കാം. അതും കൊടുത്തതിന് ശേഷം നമുക്കിനി എന്ത് ചെയ്യാം, ഈ ഡീറ്റെയിൽസ് വാലിഡേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഈ ട്രെയിനിങ് ആൻഡ് ഇന്റേൺ ഡീറ്റെയിൽസ് വരും. നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ചെയ്തു കൊടുക്കുക. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ആ ഒരു ഇന്റർഫേസ് വരിക. ഇൻഡസ്ട്രി സെക്ടർ, നിങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ, ഇന്റേൺഷിപ്പിന്റെ ഡീറ്റെയിൽസ്, പിന്നെ പൊസിഷനും റെസ്പോൺസിബിലിറ്റിയും, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്, അഡീഷണൽ അച്ചീവ്മെന്റ്സ്, പിന്നെ അവിടെ ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ്, ഹോബീസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡീറ്റെയിൽസും വാലിഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളത് ആഡ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ, ഓക്കെ, ഇന്റേൺഷിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ അത് കൊടുക്കുക. അത് ഇല്ലെങ്കിലും അത് മാൻഡേറ്ററി അല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, നമുക്ക് വാലിഡേറ്റ് ചെയ്ത് വിടാം. ഇനി നമ്മളിത് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്തിലേക്ക് വരും, നെക്സ്റ്റ്, നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ വരും. അത് എല്ലാ സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും വരും. നെക്സ്റ്റ് ആണ് ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. എന്താണ്, അക്കൗണ്ട് നമ്പർ കൺഫേം ചെയ്ത് കൊടുക്കുക, 2 തവണ കൊടുക്കാനുണ്ട്. IFSC കോഡ് കൊടുക്കുക, ബാങ്കിന്റെ നെയിം, ബ്രാഞ്ച് നെയിം, പിന്നെ UPI ID ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, അത്രയും കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡീറ്റെയിൽസ് വാലിഡേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി നമ്മൾ ആ ഒരു ബാങ്കിങ് ഡീറ്റെയിൽസ് കൊടുത്തു. അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഫോട്ടോയും റെസ്യൂമേയും കൊടുക്കാനാണ്. അതായത് നമ്മുടെ റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം അപ്ലോഡ് ചെയ്യാൻ. അതായത് 80% എങ്കിലും നമ്മുടെ ആ ഒരു ഫേസ് കാണണം. ഓക്കെ, മിനിമം 80% ഓഫ് ഫേഷ്യൽ കവറേജ് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, അപ്ലോഡിംഗ് ഓഫ് അൺക്ലിയർ, ഇൻകറക്റ്റ് ആൻഡ് ഇൻകംപ്ലീറ്റ് ഡോക്യുമെന്റ് മേ ലീഡ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ. സിഗ്നേച്ചറും എന്തിരിക്കണം, ക്ലിയർ ആയിട്ട് ഉണ്ടായിരിക്കണം. പ്ലീസ് നോട്ട് ദാറ്റ് യുവർ സിഗ്നേച്ചർ വിൽ ബി അക്സെപ്റ്റഡ് ആസ് ദ ഇലക്ട്രോണിക് ഇക്വാലന്റ് ടു എ ഹാൻഡ് റിട്ടൺ സിഗ്നേച്ചർ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം, സിഗ്നേച്ചറും കൊടുക്കുക. നമ്മുടെ ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക. റെസ്യൂമേ ആണുള്ളെങ്കിൽ റെസ്യൂമേ അപ്ലോഡ് ചെയ്യുക. പിന്നെ ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ എഴുതിയിട്ടുണ്ട്, സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാം, വാലിഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ റെസ്യൂമേ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാക്സിമം 5 MB താഴെയുള്ള PDF PDF ഫോർമാറ്റിലാക്കി നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ഒരു CV-നെ ആക്കി വെക്കണം. പിന്നെ നിങ്ങളുടെ ഫോട്ടോ 200 KB JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലുള്ള ഫോട്ടോസ് ആയിരിക്കണം. സിഗ്നേച്ചറും അതേപോലെ തന്നെ 200 KB അപ്പുറം പോകാനും പാടില്ല. JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റിൽ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് വാലിഡേറ്റ് ചെയ്യാം. അപ്പോൾ പ്രിവ്യൂ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം, എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു, ഗ്രീൻ കഴിഞ്ഞു, കണ്ട. ഇനി ലാസ്റ്റ് നമ്മളിത് പ്രിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും, നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും തന്നെ ഒന്നും കൂടെ ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ ഒന്ന് നോക്കി എല്ലാം കറക്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അങ്ങനെ നമ്മൾ ആ പേജ് സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴത്തേക്ക് വരുമ്പോൾ ഇതേപോലെ ഡിക്ലറേഷൻ ഉണ്ടാവും. അപ്പോൾ
നമുക്ക് ഈ ഡിക്ലറേഷൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യുക, എല്ലാം തന്നെ ടിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും എഡിറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിക്കുക, ഈ ബാക്ക് അടിക്കുക. എന്നിട്ട് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പോയി കറക്റ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഫൈനൽ സബ്മിഷൻ കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഫൈനൽ സബ്മിഷൻ കാണിക്കുമ്പോഴത്തേക്ക് അവർ ചോദിക്കും എല്ലാം കറക്റ്റ് അല്ലേ, ഡു യു വിഷ് ടു ഗോ ഫോർ ഫൈനൽ സബ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ, ഡീറ്റെയിൽസ് വൺ സബ്മിറ്റഡ് കനോട്ട് ബി മോഡിഫൈഡ് ലേറ്റർ. അതായത് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് നോക്കുക. കാരണം എന്താണ്, പിന്നെ അത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഒരു സ്റ്റേജിലും. സോ നല്ലപോലെ നോക്കിയിട്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ, ഇത് ഓക്കെ കൊടുക്കാനായിട്ട്. ഓക്കെ, നമ്മൾ ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലൊരു മെസ്സേജ് വരും. താങ്ക് യു, യുവർ ആപ്ലിക്കേഷൻ ഈസ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി, പ്ലീസ് മേക്ക് ഷുവർ necessary payment if applicable, without which the application will not be considered as fully submitted. അതായത് നമ്മൾ ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു മെസ്സേജ്, അതായത് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫീസും കൂടി നമ്മൾ എന്ത് ചെയ്യണം, അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ഇത് വരും, നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ ഫീ അടച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു സബ്മിഷൻ അല്ലെ സോറി ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് പേയ്മെന്റിനായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതേപോലെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും. നമുക്ക് കാൻഡിഡേറ്റ് ഷുഡ് ഗോ ത്രൂ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ആൻഡ് എൻഷുർ ദ എലിജിബിലിറ്റി ബിഫോർ മേക്കിംഗ് പേയ്മെന്റ്. ദ ഫീ ബീങ് പെയ്ഡ് ഈസ് ഓൺലി ടുവേഴ്സ് എ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ഫീസാണ്, റീഫണ്ട് ചെയ്യില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇത് അക്സെപ്റ്റ് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു കാർഡ് ഡീറ്റെയിൽസ് ചോദിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, UPI ചെയ്യാനും സാധിക്കും, UPI പേയ്മെന്റും ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കാർഡ് നമ്പർ ഒന്നും വേണമെന്നില്ല, നമുക്ക് UPI യൂസ് ചെയ്തു ഇത് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പൊ നോക്കുക, നിങ്ങൾ അത് പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ട്രാൻസാക്ഷനും കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിതാ ഇവിടെ എന്ത് ചെയ്യാം, ഈ നമ്മുടെ ഇപ്പൊ അപ്ലൈ ചെയ്തതിന്റെ ആപ്ലിക്കേഷനും നമ്മൾ കോപ്പിയും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതേപോലെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്ത് വെക്കാം. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, സക്സസ്ഫുള്ളി നമ്മൾ പേയ്മെന്റും കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ചെയ്തു. അപ്പൊ നമുക്ക് അത് ആ സൈറ്റിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്തായാലും എക്സാമിന് വേണ്ടി നന്നായി തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നമുക്ക് മൊത്തം എത്രയാന്ന് പറഞ്ഞല്ലോ, രണ്ടും, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയാലും നമ്മുടെ കോർ സബ്ജക്റ്റ് ആയാലും 85 മാർക്കിന് വെച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വലി എന്തുണ്ട്, രണ്ടിനും കട്ട് ഓഫ് ഉണ്ട്. സോ വളരെ നന്നായിട്ട് തന്നെ സീരിയസ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. 150 മിനിറ്റ് ആണ് എക്സാം ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ ലോഗ് ഔട്ട് ചെയ്തു, കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതിന്റെ സിലബസും അതേപോലെ തന്നെ നോട്ടിഫിക്കേഷന്റെ ലിങ്കും നമ്മുടെ ചാനൽസിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകുന്നതാണ്. അതേപോലെ സിലബസിന്റെ PDF ആണെങ്കിൽ നമുക്ക് ടെലഗ്രാം ചാനൽ വഴിയോ സ്പാർട്ടൻസിന്റെ ടെലഗ്രാം ചാനൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു. നമുക്ക് ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.